ഗുഡ് മോർണിംഗ്. മറ്റൊരു സങ്കടകരമായ വാർത്തയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. കർണാടകയിലെ ബെല്ലാരിയിൽ ഗർഭിണികൾക്കായുള്ള ആശുപത്രിയിൽ മരുന്ന് കഴിച്ച്, ഗുണനിലവാരമില്ലാത്ത മരുന്ന് കഴിച്ച് 5 ഗർഭിണികൾ മരിച്ചിരിക്കുകയാണ്. ഗുണനിലവില്ലാത്ത ആഹാര സാധനങ്ങൾ, വിഷമയമായ ആഹാരം നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് ഇന്ന് ഒരു നടപടിയും നമ്മുടെ സർക്കാരുകളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് അതിനെതിരായിട്ടുള്ള പരാതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു പുത്തൻ വാർത്ത വന്നിരിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പല മരുന്നുകൾക്കും ഗുണനിലവാരം തീരെ കുറവാണെന്ന്. നമ്മൾ വളരെ വിശ്വസിച്ച് നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഈ ഗുളിക കഴിക്കുന്നതിലൂടെ, ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മരുന്ന് കമ്പനിക്കാരും അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകാർക്കും ഒക്കെ പറയുന്ന വില നൽകി നമ്മൾ ആ മരുന്ന് വാങ്ങി കഴിക്കുന്നു. ആ മരുന്നുകളിൽ തന്നെ ഏറെയും ഗുണനിലവാരമില്ലാത്തതാണ്. ഗുണനിലവാരം തീരെയില്ലാത്തതും അതുപോലെ തന്നെ വ്യാജന്മാരുമായ പല മരുന്നുകളുമാണ് ഇന്ന് ഇന്ത്യയിലാകെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു വിഷയം തന്നെയാണ്. അതിനിടയ്ക്കാണ് ബെല്ലാരിയിൽ നിന്നുള്ള ഈ വാർത്ത കൂടെ വരുന്നത്. ഇപ്പോൾ മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല എന്ന് മാത്രമല്ല, മരുന്നുകൾ വിഷമാണ് എന്നതുകൂടെയാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മരിച്ചത് 5 ആളുകൾ, 5 ഗർഭിണികൾ. അതോടൊപ്പം തന്നെ 7 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. എന്ത് അന്വേഷണമാണ് സർക്കാരുകൾ നടത്തുക? ഗുണനിലവാരമില്ലാത്ത മരുന്നുകളെ നിയന്ത്രിക്കാനും നിരോധിക്കാനും സർക്കാരുകളുടെ അടിയന്തരമായ ഇടപെടൽ അനിവാര്യമാണ്. വിഷമയമായ ഭക്ഷ്യസാധനങ്ങൾ നമ്മളൊക്കെ കഴിക്കുമ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കുന്ന സർക്കാരുകൾ ഈ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയും കൂട്ടുനിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ അസുഖങ്ങൾ എങ്ങനെയാണ് മാറാനാണ്? നമ്മൾ വിശ്വാസത്തോടെ വാങ്ങിക്കഴിക്കുന്ന മരുന്നുകൾ പലതും തീരെയും ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന് ഇതിനു മുമ്പ് തന്നെ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അതിനേക്കാൾ ഒരു പടി കൂടെ മുന്നിലായിട്ട് ഗുളികകളിലും മരുന്നുകളിലുമൊക്കെ വിഷമയമാണ് എന്നാണ്. ആ വിഷമുള്ള മരുന്നുകളാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങി കഴിക്കേണ്ടി വരുന്നത്. അത് നമ്മുടെ അസുഖം മാറ്റും അഥവാ കുറയ്ക്കും എന്നല്ല, നമ്മളെ മരണത്തിലേക്ക് നയിക്കും എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. ആരാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇവർക്കൊക്കെ ഒത്താശ ചെയ്യുന്നത്? തീർച്ചയായും പലരുടെയും ഒത്താശ ഇല്ലാതെ ഇങ്ങനെ ഒരു മരുന്ന് കമ്പനിക്ക് മരുന്ന് സപ്ലൈ ചെയ്യാൻ, നിർമ്മിക്കുവാൻ കഴിയില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ പശ്ചിമ ബംഗാളിലെ ബംഗ എന്ന കമ്പനി ഇറക്കിയ മരുന്ന് കഴിച്ചാണ് ബെല്ലാരിയിലെ ഹോസ്പിറ്റലിലെ ഗർഭിണികൾ കൂട്ടത്തോടെ മരിക്കുകയും അതേപോലെ തന്നെ മരണത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതിനെതിരെ തീർച്ചയായും പ്രതിഷേധങ്ങൾ ഉയരണം. ഉത്തരവാദിത്തപ്പെട്ടവർ മരുന്നുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് ആശിക്കാം. നമുക്ക് മറ്റൊന്നിനും കഴിയില്ലല്ലോ, നമുക്ക് ആശിക്കാൻ മാത്രമേ കഴിയൂ. നന്ദി, നമസ്കാരം.